മിയ, ആ മിന്നു, ഞാൻ പുഴക്കരയിൽ പോയിട്ട് വരാ. അല്ല, ഈ കുപ്പിയിലെന്താ? പുഴയിലെ വെള്ളം എന്റെ അനിയൻ മിട്ടുവിനെ കാണിക്കാൻ കൊണ്ടുപോണതാ. അതെന്തിനാ? മിട്ടുവിനൊരു സംശയം. പുഴ വെള്ളവും കിണറിലെ വെള്ളവും ഒരുപോലെയാണോ? എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവൻ സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ കിണറിലെ വെള്ളം വട്ടത്തിലായിരുന്ന മിട്ടു ചോദിക്കുന്നത്? അതെ, കിണറ്റിലെ ആകൃതി വട്ടത്തിലായത് കൊണ്ടാണെന്ന് പറയായിരുന്നില്ലേ? അത് പറഞ്ഞാലൊന്നും അവൻ സമ്മതിക്കില്ലാന്നേ. അവൻ എപ്പോഴും ഓരോ സംശയ. എന്നാ മിട്ടുവിനെ പുഴ കാണിക്കാൻ കൊണ്ടുവരായിരുന്നില്ലേ? അയ്യോ, അത് പ്രശ്നമാകുമേ. അവൻ ഭയങ്കര വികൃതിയാ. പുഴ കണ്ടാ പിന്നെ അതിലിറങ്ങണമെന്നും പറഞ്ഞ് വാശിയാവും. അതാണല്ലേ പുഴയിലെ വെള്ളം കൊണ്ടുപോകുന്നത്. അതെ, ഇനി ഇത് കാണിച്ചാൽ മിട്ടു വേറെന്തെങ്കിലും ചോദിക്കും. അവൻ എപ്പോഴും സംശയങ്ങളാണെന്നേ. ഓ, അത്രയ്ക്ക് വലിയ സംശയക്കാരനാണോ? ആണോന്നോ? അവന്റെ സംശയങ്ങൾ തീരെയില്ല. എപ്പോഴും എന്തെങ്കിലും ചോദിച്ചോണ്ടിരിക്കും. എന്നാൽ ഇന്ന് തുള്ളി വരുമ്പോ നമുക്ക് മിട്ടുവിന്റെ സംശയങ്ങളെ കുറിച്ച് പറയാം. ആ, അതിന് തുള്ളിയെ കാണാനില്ലല്ലോ. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ആ, തുള്ളി, തുള്ളി, ഒന്ന് വേഗം വാ തുള്ളി. ഛേ, എന്താ തുള്ളി വരാത്തെ? നീ ആ കുപ്പിയുടെ അടപ്പൊന്ന് തുറന്നേ. ഹായ് ചങ്ങാതിമാരെ. അയ്യോ, തുള്ളി ഇതിന്റെ അകത്തുണ്ടായിരുന്നോ? എന്തു പറ്റി തുള്ളിയുടെ ഒച്ചയ്ക്ക്? കടുത്ത ചൂടല്ലേ, തുള്ളിക്കും അസുഖം പിടിച്ചു. ഞാനുണ്ടല്ലോ പുഴയിൽ വെച്ച് തന്നെ ഇതിനകത്ത് കയറിയതാ. അപ്പൊ ഞാൻ അടപ്പ് തുറന്നില്ലായിരുന്നെങ്കിൽ തുള്ളി എന്ത് ചെയ്യും? എവിടെയെങ്കിലും വെച്ച് നീ തുറക്കാതിരിക്കില്ലല്ലോ, അപ്പൊ പുറത്തു വരും. ഇല്ലെങ്കിലും പുറത്തു വരാനുള്ള വിദ്യയൊക്കെ എന്റെ കയ്യിലുണ്ട്. അതെങ്ങനെയാ? ചങ്ങാതിമാർ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അപ്പൊ കുപ്പിക്കുള്ളിലൂടെയും ഞാൻ പുറത്തു വരും. തുള്ളി വീരാ. അല്ല, നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ? തുള്ളി പാഠം പഠിക്കണ്ടേ? ആ, വേണം. അപ്പോ തുള്ളി പാഠം. ഇന്നലെ നമ്മൾ ഗു എഴുതാൻ പഠിച്ചില്ലേ? ഇനി അടുത്തയാളെ പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്ന് അറിയണ്ടേ? ഗു. ഗു എഴുതുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ തന്നെ ചങ്ങാതിമാർ ഊഹിച്ചിട്ടുണ്ടാകും അല്ലേ? ഏതായാലും നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം ഗ എഴുതണം. ദാ ഇങ്ങനെ. ഇനി ഗു എന്ന അക്ഷരത്തിന്റെ ചിഹ്നം തന്നെയാണ് ഇവിടെയും എഴുതേണ്ടത്. എന്നിട്ടൊടുക്കം ആദ്യത്തെ പൂജ്യത്തിന്റെ പുറത്തു കൂടി കുറച്ചുകൂടി വലിയൊരു പൂജ്യം കൂടി എഴുതണം. ദാ തീർന്നു. ഇതാണ് ഗു. ഗു വെച്ചാണ് നമ്മൾ ഗൂഗിൾ എന്ന വാക്ക് എഴുതുന്നത്. പക്ഷേ ഗു വെച്ച് മലയാളത്തിൽ അധികം വാക്കുകളൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഗു കഴിഞ്ഞാൽ പിന്നെ ഗൃ ആണ്. അതിനാദ്യം ഗ എഴുതണം. ഇനി ഗായുടെ വലതുവശത്ത് ഇങ്ങനെ താഴേക്ക് വന്ന് ഉള്ളിലേക്ക് വളച്ചെടുത്ത് ഇങ്ങനെ പൂട്ടണം. ഇതാണ് ഗൃ. ഗൃ വെച്ചുള്ള അധികം വാക്കുകളൊന്നുമില്ല. എന്നാലും വാക്കുകൾക്കിടയിൽ ഈ അക്ഷരങ്ങളൊക്കെ കാണുമ്പോൾ ചങ്ങാതിമാർ ശ്രദ്ധിക്കണേ. തുള്ളി. തുള്ളി, ഞങ്ങൾ ഇവിടെ മിട്ടുവിന്റെ സംശയങ്ങളെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു. മിട്ടുവിന്റെ വാശി മാറിയോ? വാശിയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ എപ്പോഴും ഓരോ സംശയങ്ങളാ. എന്തൊക്കെ സംശയങ്ങളാ മിട്ടു ചോദിക്കുക? ആകാശത്തിന് നീല നിറമുണ്ടായത് എങ്ങനെയാ? തീക്ക് ചൂടുണ്ടായത് എങ്ങനെയാ? കാറ്റ് വീശുമ്പോ പൊടി പാറുന്നത് എന്തുകൊണ്ടാ? പഞ്ചസാര മധുരിക്കാൻ കാരണം എന്താ? ഇതൊക്കെയാ മിട്ടുവിന്റെ സംശയങ്ങൾ. അപ്പോ മിട്ടൂരും മിടുക്കനാണല്ലോ. ആ, സംശയം ചോദിക്കാൻ മിടുക്കനാ. സംശയം ചോദിക്കാൻ മിടുക്കുള്ളവരാണ് ജീവിതത്തിലും മിടുക്കന്മാരാകുന്നത്. പണ്ട് ജർമ്മനിയിലെ ഒരു സ്കൂളിൽ എപ്പോഴും സംശയം ചോദിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി മുതിർന്നപ്പോ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മഹാനായി. അതാരാ കുട്ടി? നമ്മൾ കാണുന്ന പ്രകാശമില്ലേ, ആ പ്രകാശത്തിന്റെ പല സ്വഭാവങ്ങളും കണ്ടുപിടിച്ചത് ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീൻ ഏത് നാട്ടുകാരനാ? ആ കുട്ടിയാണ് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? പ്രശസ്ത ശാസ്ത്രജ്ഞനാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ വേറൊന്നും അറിഞ്ഞൂടാ. എന്നാ വേറെ കുറെ കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാട്ടോ. ഐൻസ്റ്റീൻ
എന്താ കണ്ടുപിടിച്ചത്? നമ്മൾ കാണുന്ന പ്രകാശമില്ലേ, ആ പ്രകാശത്തിന്റെ പല സ്വഭാവങ്ങളും കണ്ടുപിടിച്ചത് ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീൻ ഏത് നാട്ടുകാരനാ? ജർമ്മനിയാണ് ഐൻസ്റ്റീന്റെ സ്വദേശം. ക്ലാസ്സിൽ എപ്പോഴും സംശയം ചോദിച്ചിരുന്ന കുട്ടിയായിരുന്നു ഐൻസ്റ്റീൻ. അതുകൊണ്ട് അധ്യാപകരുടെ വഴക്കും കേൾക്കുമായിരുന്നു. അതെങ്ങനെ? അവർക്കൊന്നും ഐൻസ്റ്റീന്റെ സംശയങ്ങളുടെ വില മനസ്സിലായിരുന്നില്ല. വെറും പൊട്ട ചോദ്യങ്ങളായിട്ടാണ് അവർക്ക് ആ സംശയങ്ങൾ തോന്നിയത്. അപ്പൊ ഐൻസ്റ്റീൻ വലുതായി വലിയ ആളായപ്പോ അവരൊക്കെ ചമ്മി പോയിട്ടുണ്ടാവും അല്ലേ? അതെ, അതുകൊണ്ടാണ് പറഞ്ഞത് സംശയങ്ങൾ ചോദിക്കുന്നത് നല്ലതാണെന്ന്. ഇപ്പൊ മിട്ടുവിന് സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാനെന്നൊരു ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. നല്ല കാര്യം. അപ്പൊ ഇനി ഒരു തുള്ളി വാർത്ത കാണാം. എല്ലാ ചങ്ങാതിമാർക്കും ഇന്നത്തെ തുള്ളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നൊരു പിറന്നാൾ വാർത്തയാണ്. പിറന്നാൾ തുള്ളിയുടേതോ മിന്നുയുടേതോ മിയയുടേതോ അല്ല, മൊബൈൽ ഫോണിന്റേതാണ്. അതെ, റോഡിലും ബസ്സിലും ബീച്ചിലും ഒക്കെ ഇരുന്ന് ആരോട് വേണമെങ്കിലും സംസാരിക്കാൻ നമ്മളെ സഹായിക്കുന്ന മൊബൈൽ ഫോണിന് 40 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിട്ട് 40 വർഷമായെന്നർത്ഥം. 40 വർഷമോ? എന്റെ വീട്ടിൽ മൊബൈൽ ഫോൺ വന്നിട്ട് 4 വർഷമേ ആയുള്ളൂ എന്നൊക്കെ പറയുന്ന ചങ്ങാതിമാരുണ്ടെങ്കിൽ കേട്ടോളൂ. 1973 മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. മാർട്ടിൻ കൂപ്പർ എന്ന എഞ്ചിനീയറാണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. ഇന്നത്തെ പേരുകേട്ട മൊബൈൽ കമ്പനിയായ മൊട്ടറോളയുടെ ലാൻഡ് ഫോൺ വിഭാഗത്തിലെ എഞ്ചിനീയർ ആയിരുന്നു മാർട്ടിൻ കൂപ്പർ. അദ്ദേഹത്തിന്റെ ഗവേഷണ ഫലമായി 1973 ഏപ്രിൽ 3 ആദ്യത്തെ മൊബൈൽ ഫോൺ സംഭാഷണം ചെയ്തത്. ആദ്യകാലത്ത് മൊബൈൽ ഫോണിന് വിലയും കൂടുതലായിരുന്നു. അതിനുശേഷം 40 കൊല്ലങ്ങൾ കൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ എല്ലായിടത്തും മൊബൈൽ ഫോൺ എത്തിയത്. ഇന്ന് 85 വയസ്സുള്ള മാർട്ടിൻ കൂപ്പർ മൊബൈൽ ഫോണിന്റെ പിതാവായി അറിയപ്പെടുന്നു. കുപ്പിയിലെ വെള്ളം കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാ? ഇതും ഒപ്പം കിണറ്റിലെ ഒരു കുപ്പി വെള്ളവും മിട്ടുവിന് കാണിച്ചു കൊടുക്കും. രണ്ടും കൂടി നോക്കി മാറ്റമൊന്നുമില്ലെന്ന് മിട്ടു തന്നെ കാണട്ടെ. കുട്ടികൾ എപ്പോഴും ഇങ്ങനെ കണ്ടും അറിഞ്ഞുമൊക്കെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടിയായിരുന്നപ്പോൾ ഐൻസ്റ്റീനും അതിനൊക്കെ വേണ്ടിയായിരുന്നു സമയം ചെലവഴിച്ചത്. അപ്പോൾ ഐൻസ്റ്റീൻ കുട്ടിക്കാലത്ത് ധാരാളം പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവല്ലേ? കുട്ടിക്കാലത്ത് ഒരിക്കൽ ഐൻസ്റ്റീൻ പനി പിടിച്ച് കിടപ്പിലായി. ആ സമയത്ത് ഐൻസ്റ്റീന്റെ അച്ഛൻ ഒരു വടക്കുനോക്കി യന്ത്രം വീട്ടിൽ കൊണ്ടുവന്നു. അതോടെ ഐൻസ്റ്റീന്റെ പനിയും പോയി, ക്ഷീണവും പോയി, എല്ലാം പോയി. പിന്നെ എപ്പോഴും അത് വെച്ചുള്ള പരീക്ഷണങ്ങളായി. പരീക്ഷണങ്ങളോടും കണ്ടുപിടുത്തങ്ങളോടും ഒക്കെ ഐൻസ്റ്റീൻ അത്രയ്ക്ക് താല്പര്യമായിരുന്നു. ഐൻസ്റ്റീൻ ജനിച്ചത് ഏത് വർഷത്തിലാ തുള്ളി? അത് പറഞ്ഞുതരാം. അതിനു മുമ്പ് തുള്ളി വരാം. എന്ന ലെറ്റർ കൊണ്ട് ഒരു ചിത്രം വരയ്ക്കാൻ പോവാണ് ഇന്ന്. അതിന് ആദ്യം നമ്മൾ ക്യൂ എഴുതണ്ടേ? ക്യൂ എങ്ങനെ എഴുതാ? ഇങ്ങനല്ലേ? ഇനി ക്യൂവിന്റെ ആ വളച്ചു വരച്ച വരയുടെ തൊട്ട് താഴെ കൂടി ഒരു വളഞ്ഞ വര നേരെ താഴേക്ക് വന്ന് ക്യൂവിന്റെ വാലില്ലേ അവിടെ എത്തുമ്പോഴേക്കും എം എന്ന ആകൃതിയിലാക്കി ആക്കുക. ഇനി ഈ വരച്ച വരയ്ക്കകത്ത് ചെവിയുടെ ആകൃതിയിൽ ഒരു വര കൂടി വരയ്ക്കണം. അവിടെ 2 വരകൾ ഇങ്ങനെ കൂടി കൊടുക്കേണ്ടതുണ്ടേ. ഇനി നമുക്ക് വലിയ വയറ് വരച്ചതിന്റെ താഴെ 2 കുഞ്ഞി കാലുകൾ വരയ്ക്കാം. വരച്ചു കഴിഞ്ഞോ? ഇനി കണ്ണാണ് വരയ്ക്കാൻ പോകുന്നത്. 1, 2, 3 എന്ന് വട്ടങ്ങൾ വരച്ചോളൂ. വരച്ചിട്ട് ഒരു ചെറിയ കൊക്കും വരച്ചു ചേർത്ത് നിറവും കൊടുത്താൽ നമ്മുടെ ക്യൂ ഒരു കുരുവിയായി. എങ്ങനെയാണ്? ഒന്നുകൂടി കാണണ്ടേ? അതിന് ആദ്യം നമ്മൾ ക്യൂ എഴുതണ്ടേ? ക്യൂ എങ്ങനെ എഴുതാ? ഇങ്ങനല്ലേ? ഇനി ക്യൂവിന്റെ ആ വളച്ചു വരച്ച വരയുടെ തൊട്ട് താഴെ കൂടി ഒരു വളഞ്ഞ വര നേരെ താഴേക്ക് വന്ന് ക്യൂവിന്റെ വാലില്ലേ അവിടെ എത്തുമ്പോഴേക്കും എം എന്ന ആകൃതിയിലാക്കി ആക്കുക. ഇനി ഈ വരച്ച വരയ്ക്കകത്ത് ചെവിയുടെ ആകൃതിയിൽ ഒരു വര കൂടി വരയ്ക്കണം.
അവിടെ 2 വരകൾ ഇങ്ങനെ കൂടി കൊടുക്കേണ്ടതുണ്ടേ. ഇനി നമുക്ക് വലിയ വയറ് വരച്ചതിന്റെ താഴെ 2 കുഞ്ഞി കാലുകൾ വരയ്ക്കാം. വരച്ചു കഴിഞ്ഞോ? ഇനി കണ്ണാണ് വരയ്ക്കാൻ പോകുന്നത്. 1, 2, 3 എന്ന വട്ടങ്ങൾ വരച്ചോളൂ. വരച്ചിട്ട് ഒരു ചെറിയ കൊക്കും വരച്ചു ചേർത്ത് നിറവും കൊടുത്താൽ നമ്മുടെ ക്യൂ ഒരു കുരുവിയായി. മിയ 1879 ഐൻസ്റ്റീൻ ജനിച്ചത്. ദരിദ്ര കുടുംബത്തിലായിരുന്നു ഐൻസ്റ്റീന്റെ ജന്മം. കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന പരീക്ഷകളൊക്കെ ജയിച്ച ഐൻസ്റ്റീൻ 26 വയസ്സായപ്പോഴേക്കും ലോക പ്രശസ്തനായി. 26 വയസ്സോ? അതെ. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചും ലോകമാകമാനം ചർച്ച ചെയ്യാൻ തുടങ്ങി. അതോടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും മാറി. ഐൻസ്റ്റീൻ ഒരു സംഭവം തന്നെ. അപ്പോൾ ഇനി നമുക്ക് തുള്ളിക്കടങ്കഥയിലേക്ക് പോകാമല്ലേ? ഹലോ, കാർത്തികയാണോ? കാർത്തിക, സുഖാണോ? സന്തോഷായിട്ടിരിക്കുന്നോ? അതെ. എന്തൊക്കെയുണ്ട് അവധിക്കാല വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. അതെയോ? ഇതാരാ വിളിക്കണേ, മനസ്സിലായോ? തുള്ളിയല്ലേ? തുള്ളിയാണ് വിളിക്കുന്നത്. പിന്നെ കാർത്തിക, പാട്ടൊക്കെ പാടുവോ? എന്നൊരു പാട്ട് പാടിക്കോ. നല്ല പാട്ടാണ് കേട്ടോ. ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട് ഉണ്ടല്ലേ? നല്ല പാട്ടാണേ. ഇനി ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. അടിപരന്ന ആശാൻ, കൂരിരുട്ടിൽ കൂട്ടുകാരൻ. അടിപരന്ന ആശാൻ, കൂരിരുട്ടിൽ കൂട്ടുകാരൻ. അതെ. ചന്ദ്രനാണോ? അല്ലല്ലോ. ടോർച്ച്. ശരി ഉത്തരം. ആദ്യത്തെ ചോദ്യത്തിന് ആദ്യത്തെ സ്റ്റാർ കിട്ടി. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടിക്കാൻ ബലമില്ലാത്ത വടി വെട്ടിയപ്പോൾ മധുരിച്ചു. അടിക്കാൻ ബലമില്ലാത്ത വടി വെട്ടിയപ്പോൾ മധുരിച്ചു. കരിമ്പ്. ശരി ഉത്തരം. എത്ര പെട്ടെന്ന് ഉത്തരം പറയണേ. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന കുഞ്ഞു ചെപ്പിൽ 2 നിറമുള്ള മുത്ത്. അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന കുഞ്ഞു ചെപ്പിൽ 2 നിറമുള്ള മുത്ത്. അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന കുഞ്ഞു ചെപ്പിൽ 2 നിറമുള്ള മുത്ത്. കണ്ണ്. ശരി ഉത്തരം. 3 ചോദ്യം ചോദിച്ചു. 3 ചോദ്യത്തിനും പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. അതും ശരി ഉത്തരം. നല്ല സമ്മാനം തരാട്ടോ തുള്ളിന്ന്. തുള്ളി കാണാറുണ്ടല്ലോ എന്നും. ഇനിയും കാണണം. തുള്ളി ഇനിയും വിളിക്കും. സമ്മാനത്തിനായി കാത്തിരുന്നോളൂ. ഇപ്പൊ തുള്ളി പൊക്കോട്ടെ. ബൈ. തുള്ളി. ഇനി കൂട്ടുകാരയച്ച കത്തുകൾ വായിച്ചാലോ? ഇന്നത്തെ കത്ത് അയച്ചിരിക്കുന്നത് തമനയാണേ. തമന 4ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. കത്ത് വായിക്കട്ടെ. ഹലോ തുള്ളി, how are you? I like Tulli too much and my sister also like this program. I see Tulli every day. I'm your friend. Do you know how I'm your friend? My pet name is Minnu and your friend is also Minnu. I and my sister like Tulli's alphabets drawing. Bye bye Tulli. Thank you. ഇത് ശാലിനി പൗലോസ് അയച്ചൊരു ചിത്രമാണ്. നല്ല ചിത്രം അല്ലേ?
ശാലിനി, ഇനിയും ചിത്രങ്ങൾ അയച്ചു തരണേ. തുള്ളി. മിയ, അപ്പോ ഇനി ഈ പുഴയിലെ വെള്ളം കൊണ്ടുപോയി മിട്ടുവിനെ കാണിക്കണ്ടേ? ആ, ഒപ്പം ഐൻസ്റ്റീനെ കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ മിട്ടുവിന് പറഞ്ഞു കൊടുക്കും. അതൊക്കെ പറഞ്ഞ ഐൻസ്റ്റീന് ഇത്രയും ബുദ്ധി എങ്ങനെയാ ഉണ്ടായിരുന്നതായിരിക്കും മിട്ടുവിന്റെ അടുത്ത സംശയം. ആ സംശയത്തിന്റെ ഉത്തരം ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? എനിക്ക് പ്രത്യേകമായി യാതൊരു കഴിവുമില്ല, അറിയാനും കണ്ടെത്താനുമുള്ള അതിയായ ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. ആ ആഗ്രഹം തന്നെയാണ് അദ്ദേഹത്തെ ഇത്രയ്ക്കും വലിയ ആളാക്കിയത്. അറിയാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും വലിയ ആളാകാം, ഇല്ലേ തുള്ളി? അറിയാനുള്ള ആഗ്രഹം മാത്രം പോരാ, അത് കണ്ടെത്താനുള്ള ശ്രമവും വേണം. എങ്കിൽ ആർക്കും വലിയ ആളാകാം. അപ്പൊ വിട്ടു ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞെടുത്താ മതി. ശരി, എന്നാ ചെല്ലട്ടെ. വീട്ടിലെല്ലാരും എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എന്നാൽ നമുക്ക് ചങ്ങാതിമാരോട് ടാറ്റ പറഞ്ഞാലോ? ടാറ്റാ.